എല്ലാം സഹിക്കാൻ ഒരു കൊച്ചു പെണ്ണ് വന്നിട്ട് എന്ന് കാണിക്കും. അമ്പോ ബോറടിച്ചിട്ട് ഇതുവരെ ആൾ എണീറ്റില്ല. ആ ഉറക്കം KGF-ന്റെ അയലത്ത് വന്നില്ല ഈ പടം. നല്ലൊരു കഥയാണ്, പക്ഷേ ഈ KGF ഫാക്ടറി കിടക്കുന്നുണ്ടാണ്. സലാറ് ഒരു അളിഞ്ഞ സാമ്പാർ അത്ര തന്നെ, അല്ല ഇതിനപ്പുറം ഒന്നുമില്ല. അതും സഹിക്കാം. അതുപോലൊരു ഇറിറ്റേഷൻ വേറെ ഇല്ലായിരുന്നു. ഒന്നുമില്ല, പോയി. വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇത് 3 പാർട്ടുണ്ടെന്ന് ചിന്തിക്കണം. 3 പാർട്ടുണ്ടാവും. തിരിച്ചു വരുമോ? അടിപൊളി, സൂപ്പർ ബ്രോ. സെക്കൻഡ് ഹാഫ് യാഷും അവനൊക്കെ ആയിട്ട് നല്ലൊരു ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ല, സൂപ്പറായിരുന്നു. കൊള്ളത്തില്ല, ഒന്നുമില്ല, പോയി. പടം വീണ് കുഴപ്പമില്ല, നല്ല പടം. അണ്ണാ അത് എന്തോ പറയാ, അല്ല അത് തന്നെ ഒന്നും. KGF അതുപോലെ ചെയ്തു വെച്ചിരിക്കണം. ഒന്നുമില്ല, ബിൽഡപ്പ്. നമ്മളൊക്കെ ഷാജി കൈലാസിന്റെ പടം കണ്ട് വളർന്നതല്ലേ. തിരിച്ചൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്, പോയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പോയിട്ട് തിരിച്ചു പറഞ്ഞ തന്നെ 25 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞ തന്നെ എല്ലാം സഹിക്കാൻ ഒരു കൊച്ചു പെണ്ണ് വന്നിട്ട് എന്ന് കാണിക്കും. അമ്പോ വെരി ഗുഡ്, നൈസ്, അടിപൊളി. ഞാൻ തെലുങ്ക കണ്ടത്, ഇനി ഇതിനെ മലയാളം കൂടെ ഒന്നും കൂടെ കാണണമെന്നുണ്ട്. എക്സ്പെക്ട് ചെയ്ത ആ ലെവൽ തന്നെ ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് ഉള്ളത് തന്നെയാണ്. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് KGF-ന്റെ ടച്ചൊക്കെ തോന്നി. പക്ഷേ അതൊന്നുമായിട്ട് ഒരു റിലേഷനും ഇല്ല. അതേ ലെവലിൽ വന്നിട്ടുണ്ട്. ഈ സെക്കൻഡ് പാർട്ടിലായിരിക്കും കുറച്ചും കൂടെ നല്ല രസമായിട്ട് വരും. KGF-ന്റെ ബാക്ക് ഡ്രോപ്പ് ആണ്, പക്ഷേ KGF പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ നൈസാ, കഥ അടിപൊളി. കഥ സെക്കൻഡ് ഹാഫ് ഒക്കെ നൈസായിട്ട് കാണാം. എന്തായാലും ക്ലൈമാക്സ് അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്രോ. സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗാണ്. ഫസ്റ്റ് ഹാഫ് പിന്നെയും നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് പോയി. പൃഥ്വിരാജ് അടിപൊളിയാണ്. പിന്നെ മ്യൂസിക് ഇല്ല. KGF പോലെ എക്സ്പെക്ട് ചെയ്യേണ്ട. KGF-നെ പോലൊരു മ്യൂസിക് ഇല്ല, അതേ ഉള്ളൂ. ചിലപ്പോൾ ഓടുക തന്നെ ഡൗട്ടാണ്. പ്രശാന്ത് നീൽ KGF റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാണ്, പക്ഷേ ഫെയിലായി പോയെന്നേ പറയാവുള്ളൂ. 3 മണിക്കൂർ മൊത്തം വേസ്റ്റ് ആണ്. KGF-ന്റെ അയലത്ത് വന്നില്ല ഈ പടം. ഒന്നുമില്ല, ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ അടുത്ത സീനിൽ ഇപ്പം ഒരു ബിൽഡപ്പ് ഉണ്ട്, പക്ഷെ അടുത്ത സീനിൽ അത് കാണിക്കുന്നില്ല. ആള് ഉറങ്ങി കിടക്ക്, ബോറടിച്ചിട്ട് ഇതുവരെ ആൾ എണീറ്റില്ല. ആ ഉറക്കം. ഫസ്റ്റ് ഹാഫ് വെറും വേസ്റ്റ്. സെക്കൻഡ് ഹാഫ് എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നു. മൊത്തത്തിൽ കളഞ്ഞു, ഒരു വഴിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത്രേ ഉള്ളൂ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഇത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. നല്ല പടമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു ഗെയിം ഓഫ് ത്രോൺസ് ആ ഒരു ഇതാണ്. പിന്നെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വരും. കാര്യം ഇത് കഥ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കൂടുതൽ സ്റ്റോറിയും ക്യാരക്ടേഴ്സുമാണ്. നല്ല സിനിമയായിരുന്നു, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പറയത്തക്ക വിധത്തിലൊന്നുമില്ല. സ്റ്റോറി വൈസ് ഓക്കെയാണ് പടം. പൃഥ്വിരാജിനെ ഒന്നും വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. മാസ് ഡയലോഗ്സ് ഒന്നും മാസ്സായിട്ടൊന്നും തോന്നിയിട്ടില്ല. മാസ് പ്രതീക്ഷിച്ച് പറഞ്ഞവർക്ക് മാസ് ആ ഒരു ഇത് പോയിട്ടുണ്ട്. മൂവി സൂപ്പർ ബ്രോ. ഐ വാണ്ട് ടു വാച്ച് ഇൻ ഒറിജിനൽ ലാംഗ്വേജ് തെലുഗു ആൻഡ് ഇറ്റ് ഇസ് അൾട്ടിമേറ്റ്. KGF വെച്ചിട്ട് എത്രയൊന്നും ഇല്ല, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കും അത്ര തന്നെ. പടം പോയി. KGF 2 TV ഒന്നും ഇട്ടാൽ മതി തിയേറ്ററിൽ. കുഴപ്പമില്ല, വലിയതില്ല ബ്രോ. പടം എന്ന് പറയണത് മിക്കവരും എല്ലാവരും പ്രതീക്ഷയായിരിക്കും വേണം. കാരണം നീലിൻ്റെ ഒരു പടം കൊണ്ട് എല്ലാവരും KGF പ്രതീക്ഷിച്ച് വരും. ബട്ട് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എൻ്റെ ഒരു ഇത് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് KGF ഫ്രാഞ്ചൈസ് ആയിരിക്കും. സോ ഇതാരും അങ്ങനെ പ്രതീക്ഷിച്ച് ഒരു ഇതിൽ വരണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല പടം, അടിപൊളി പടം. പ്രശാന്ത് നീലിൻ്റെ സൂപ്പർ മേക്കിംഗ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മൈൻഡിലും KGF കിടക്കുന്നുണ്ട്. സൂപ്പറായിട്ട് പടം എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടത്തില്ല. നമ്മളെല്ലാ പടവും KGF-യോട് കമ്പയർ ചെയ്യുന്നുണ്ട്. അല്ലാതെ നല്ലൊരു പടം തന്നെയാണ്, നിരാശയൊന്നുമല്ല. ഈ മെയിൻ ഫാക്ടറി തന്നെയാണ്, നല്ലൊരു കഥയാണ്. പക്ഷേ ഈ KGF ഫാക്ടറി കിടക്കുന്നുണ്ടാണ്. പ്രശാന്ത് നീലിന് പോലും KGF-ന്റെ മോളൊരു സിനിമ എടുക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് അവസ്ഥ. അടിപൊളി മേക്കിംഗ്, അടിപൊളി പടം. പക്ഷേ പേഴ്സണലി KGF-ന്റെ അത്ര എനിക്ക് തോന്നില്ല. പക്ഷേ അടിപൊളി പടം. KGF മേക്കിംഗ് ഒക്കെ സെയിം. ഫസ്റ്റ് ഹാഫ് അനാവശ്യ ബിൽഡപ്പ് കൊടുത്ത് ഒരുമാതിരി ആക്കി കളഞ്ഞു. അത് വർണ്ണനും മോണൊരു ചുമ്മാ പ്രഭാസിന് ഓരോ ബിൽഡപ്പ് കൊടുത്ത് വന്ന് സെക്കൻഡ് ഹാഫ് ഓപ്പണിംഗ് ആയപ്പം തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് നല്ല ഇതായിരിക്കും വിചാരിച്ചു. പക്ഷെ പിന്നീടായപ്പോൾ ഒരുമാതിരി എന്തോ ഇട്ട് തേച്ച പോലെ തോന്നി. പിന്നെ ക്ലൈമാക്സ് മാത്രം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പടത്തിൽ. പ്രത്യേകിച്ച് പൃഥ്വിരാജിന് കിട്ടിയ ഒരു ഇതുണ്ട്. ലൈക്ക് ഞാൻ വിചാരിച്ചു പൃഥ്വിരാജ് വെറുതെ കൊണ്ടുവന്ന് സൈഡാക്കി കളഞ്ഞു. പക്ഷേ ക്ലൈമാക്സ് പൃഥ്വിരാജിന് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയണ പോലെ തന്നെ പൃഥ്വിരാജിൻ്റെ പോലത്തെ ഒരു റോള് കിട്ടിയിട്ട് ആ ഒരു മാത്രം കൊള്ളാം. എല്ലാ പടത്തിലും വേറെ ഒന്നും എനിക്ക് തോന്നുന്നു. പ്രശാന്ത് നീൽ KGF 5 പോലെ കൊണ്ടുവരാൻ നോക്കി, പക്ഷെ പാളിപ്പോയെന്നാണ് എനിക്ക് തോന്നണം. ആ ഒരു ഇത് കിട്ടിയിട്ടില്ല പടം. പക്ഷെ എന്നാലും പോരാ പടം. സലാറ് എങ്ങനെയുണ്ടെന്ന് പറയണേക്കാളും നിങ്ങൾ വീട്ടിൽ സാമ്പാറൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. ഈ 2 ദിവസം കഴിഞ്ഞ സാമ്പാർ എങ്ങനെയായിരിക്കും, അതാണ് ഈ നമ്മുടെ സലാറിൻ്റെ അവസ്ഥ. ഒരു KGF കണ്ടിട്ട് ഒരാൾ KGF മനസ്സിൽ വെച്ച് സലാറ് കാണാൻ വരരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥയായിരിക്കും. എൻ്റെ അനുഭവം കൊണ്ട് പറയണതാണ്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്,
പ്രഭാസ് ഈ സിനിമയിൽ റോബോട്ടാണ്. ആ പടം ഒരു 3 ഡയലോഗുണ്ട്. പുള്ളി റോബോട്ടാണ്. ഈ പുള്ളിക്ക് ഡബ് ചെയ്ത ആൾക്ക് എന്തായാലും ലാഭമായിരിക്കും, കാരണം ഡയലോഗില്ല. പൃഥ്വിരാജിനെ പറ്റി പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് ഉള്ള സത്യം പറയാമല്ലോ, നമ്മൾ പ്രശാന്ത് നീൽ പൃഥ്വിരാജ് ഈ 2 P കാരണമാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഉടനീളം പൃഥ്വിരാജ് ഇല്ല. സെക്കൻഡ് ഹാഫിൽ പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ കഥാ പശ്ചാത്തലം വേറെ എവിടെ കൂടിയോ ആണ് പോണത്. നമുക്ക് ഒരു രോമാഞ്ചിഫിക്കേഷൻ തരണ ഒരു സീനും ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു അവസാനത്തെ ഒരു 5 മിനിറ്റ് കണ്ടുകൊണ്ടിരിക്കുക, അതല്ലാതെ വേറെ ഒന്നുമില്ല. സലാറ് ഒരു അളിഞ്ഞ സാമ്പാർ അത്ര തന്നെ, അല്ല ഇതിനപ്പുറം ഒന്നുമില്ല. അതും സഹിക്കാം. മലയാളത്തിൽ ഇത് ഡബ് ചെയ്തിട്ടുള്ളതിൽ നമ്മൾ അനുമേനെ ഈ പുള്ളി വാക്യാത്ത് എന്തോ വച്ചിട്ടാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതുപോലൊരു ഇറിറ്റേഷൻ വേറെ ഇല്ലായിരുന്നു. തിയേറ്ററിനകത്തിരുന്ന് എല്ലാവരും, ഞാനല്ല എന്നെ പോലുള്ള ഒരുപാട് പേര് രാവിലെ ഇല്ലാത്ത പൈസയും കൊടുത്ത് ബുക്ക് ചെയ്ത് വന്നിട്ട് കൊണസിയ, കൂടുതലൊന്നും പറയാനില്ല. കാരണം നമ്മൾ അത്രയ്ക്ക് ഡയറക്ടറിൽ പ്രതീക്ഷിച്ചു, ഒരു പ്രഭാസിൻ്റെ കംബാക്ക് പ്രതീക്ഷിച്ചു, പൃഥ്വിരാജിൻ്റെ ഒരു അഴിഞ്ഞാട്ടം പ്രതീക്ഷിച്ചു. ഇത് ഒരു വിധത്തിൽ ഒന്നുമില്ല, ഒന്നും പറയാനില്ല, ഇതിനപ്പുറം ഒന്നും പറയാനില്ല. അൾട്ര ഡിസാസ്റ്റർ. ഈ 2023 കണ്ടതിൽ അൾട്ര ഡിസാസ്റ്ററാണ് സലാർ. എൻ്റെ പ്രഭാസന, നിങ്ങളൊരു കംബാക്ക് കാണാൻ വന്നിട്ട് എനിക്കിപ്പോൾ ഒരു മലയാള സിനിമയിലൊരു ഡയലോഗ് നിങ്ങളുടെ അടുത്ത് പറയാനേ ഉള്ളൂ. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലേ ശശിയെ? അതും സഹിക്കാം. KGF-ലാണെങ്കിൽ അമ്മയുടെ സീനുണ്ട്, പിന്നെ തന്താനീനാന് അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരു അമ്മയോടിങ്ങനെ അയ്യോ അമ്മേ എന്നോട് തൊട്ട് വീഴാൻ തോന്നും. പക്ഷേ സലാറിൽ അതുകൊണ്ടായിരിക്കണം വരണ സീനിലും പോണ സീനിലൊക്കെ കൊണ്ട് എവിടെയെങ്കിലും ഒരു ഇങ്ങനെ മൊത്തത്തിൽ ലാഗാണ്. എവിടെയെങ്കിലുമൊക്കെ ഒരു വരും അമ്മയുടെ സീനങ്ങ് തള്ളി വയ്ക്കും, എന്തെങ്കിലും ഇങ്ങനെ ലാഗായി വരും അമ്മയുടെ സീനങ്ങ് തള്ളി വയ്ക്കും. എന്താണ് ഇത്? അതിന് വരെ ബിസിനസ് ആക്കുന്നത്. ഈ പറഞ്ഞിടത്ത് പോകണതൊക്കെ ആവശ്യമില്ലാത്തടത്തൊക്കെ കൊണ്ട് അമ്മയുടെ സീനങ്ങ് തള്ളി വയ്ക്കും. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? എൻ്റെ പൊന്നു പ്രശാന്ത് അണ്ണാ.